السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. ما بعد. അള്ളാഹു സുബ്ഹാനഹു വതആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് മുറ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവൻ്റെ ഇഷ്ടജനങ്ങളിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. മരണം വരെ അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹാജിമാരെ, നമ്മളിപ്പോൾ അറഫ കഴിഞ്ഞ് മുസ്ദലിഫയിലെത്തി. ദുൽഹിജ്ജ 9 അന്ന് അറഫാ ദിനത്തിൽ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലെത്തി. അവിടുന്ന് മശ്അറുൽ ഹറാമിലെത്തി. ഇനി മിനായിലേക്ക് പ്രവേശിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു നടത്തത്തിൻ്റെ രീതി ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം നല്ല തിരക്കായിരിക്കും. നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ തിരക്കുണ്ടാകുമ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ വേറെ വഴിക്ക് പോകേണ്ടി വരും. എത്തിക്കിട്ടൂല. 25-30 അല്ലെങ്കിൽ 3/4 മണിക്കൂർ കൊണ്ട് നടന്നാലെത്തേണ്ട സ്ഥലത്തേക്ക് 4-5 മണിക്കൂർ നടക്കേണ്ടി വരും. അപ്പോൾ ഒഴിവ് കിട്ടുമ്പോൾ ഓടുക എന്നുള്ളത് ശരിയല്ല. ഒഴിവുള്ള സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് സ്പീഡാക്കി നടക്കാമെന്നല്ലാതെ ഓട്ടമൊന്നും നടത്താൻ പാടില്ല. തങ്ങളുടെ വാഹനം അങ്ങനെയായിരുന്നു സഞ്ചരിച്ചിരുന്നതെന്ന് കിതാബിൽ കാണുന്നുണ്ട്. അയാളുടെ സാധാരണ രീതിയിൽ എന്ത് ചെയ്യുക, നടക്കുക. ആർക്കും ബുദ്ധിമുട്ട് വരരുതല്ലോ. ഓടിക്കേറുന്ന ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. തെൽബിയത്ത് ചൊല്ലി ധാരാളം തെൽബിയത്ത് വർദ്ധിപ്പിച്ച് മിനായിലേക്ക് പ്രവേശിക്കുകയാണ്. പിന്നെ ഓരോ വഴികളൊക്കെ പറയുന്നുണ്ട്. അവിടെ വേറെ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. വേട്ടയാടാനൊക്കെ പാടില്ല എന്നല്ലേ നിയമം. വേട്ടയാടാൻ പാടില്ല എന്നാണല്ലോ നിയമം അവിടെ. അപ്പോൾ ഒരാൾ വേട്ടയാടി അത്രേ ധിക്കരിച്ചുകൊണ്ട് അയാളെ കരിച്ചു കളഞ്ഞത് ആ സ്ഥലത്ത് വെച്ചിട്ടാണ്. അള്ളാഹുവിൻ്റെ അമ്പിയാക്കളിൽപ്പെട്ട ഒരു നബി ഈ വഴിക്ക് വന്നപ്പോൾ ഈ വിശുദ്ധമായ ഹറമിൻ്റെ ഭൂമിയിൽ വെച്ച് വ്യഭിചരിക്കുന്നത് കണ്ടു എന്നാണ്. ആ നബി അവർക്കെതിരെ ദുആയിരുന്നു. അത് കാരണത്താൽ ആ 2 പേരെയും കരിക്കപ്പെട്ടു. അതും ഈ മിനായുടെ ഈ തലക്കലുള്ള ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് സംഭവിച്ചത്. അത്രയും വിശുദ്ധമായ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു പ്രദേശത്തിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത്. ഞാൻ ഇന്നലെ ഇങ്ങനെ ആലോചിച്ചിട്ട് സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ വളരെ കുറച്ച് ആളുകളല്ലേ ഹജ്ജിന് വരുള്ളൂ. ഇനി 10,000 ആൾക്കാരാണെന്ന് കൂട്ടിക്കോളും. അപ്പോൾ നബി തങ്ങളെ കൂടെ ഹജ്ജ് ചെയ്ത ഏറ്റവും വലിയ ഹജ്ജിന് ഇപ്പോൾ 1,00,000 ആൾക്കാരാണ് പങ്കെടുത്തത്. അന്നിപ്പോൾ ഇത്ര ദൂരമൊന്നും സംവിധാനം ആവശ്യമില്ലല്ലോ. ഇത് വലിയ ഒരു അള്ളാഹു തആലാൻ്റെ സംവിധാനമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതി നമുക്കിത് കാണാൻ പറ്റും. കാരണം മക്കത്തുനിന്ന് 5-8 കിലോമീറ്റർ അപ്പുറത്താണ് മീന, 25ഓളം കിലോമീറ്റർ അപ്പുറത്താണ് അറഫ, അതിൻ്റെ ഇടയിലാണ് മുസ്ദലിഫ. ഇതൊക്കെ ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ഹജ്ജ് നിർബന്ധമാക്കുന്ന സമയത്ത് അള്ളാഹു കൽപ്പിക്കണം, നിങ്ങൾ മിനായിൽ പോകണം, മുസ്ദലിഫയിൽ പോകണം. എവിടെ? ഹറമിന്ന് 10 കിലോമീറ്റർ അപ്പുറത്ത്. നിങ്ങളുടെ നാട്ടിൻ്റെ അടുന്ന് 10 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലം ആലോചിച്ച് നോക്കിയാട്ടെ. 25 കിലോമീറ്ററോളം ദൂരമുള്ള സ്ഥലത്തേക്കൊക്കെ പോയിട്ട് അവിടെ ഉച്ചക്ക് നിൽക്കണം. മറ്റിടത്ത് രാത്രി കടന്നുറങ്ങണം മിനായിൽ. ആരാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മിനായിൽ കടന്നുറങ്ങുമ്പോൾ ഉണ്ടായിരുന്നത്? ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന് അള്ളാഹു തആല അറക്കാൻ കൽപ്പിച്ചത് മിനായിലാണ്. എവിടെ? 5-8 കിലോമീറ്റർ ദൂരമുള്ള മിനായിൽ. താമസിക്കുന്നത് എവിടെയാണ്? ഹറമിൽ. ഹിജ്ർ ഇസ്മായിൽ ആണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമൊക്കെ താമസിച്ച സ്ഥലം. കാബൻ്റെ ആ ഒഴിഞ്ഞ സ്ഥലം, ആ വളച്ച് കെട്ടിയ സ്ഥലം, കാബൻ്റെ മുന്നിൽ, ആ ബേക്കിൽ. ആലോചിച്ച് നോക്കി നിങ്ങൾ. ഈ ലോകത്ത് എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് അള്ളാഹു തആലക്ക് അറിയാം.
മുസ്ലിമീങ്ങൾ അവസാന കാലമാകുമ്പോൾ എത്ര കോടി ഉണ്ടാകുമെന്ന് അള്ളാഹു തആലക്ക് അറിയാം. ഓരോ വർഷവും എത്ര ഹാജിമാർ ഈ മക്ക ലക്ഷ്യം വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഇവിടെ എത്തുമെന്ന് അള്ളാഹുവിനറിയാം. അത് ലോകത്ത് മനുഷ്യന്മാർക്ക് അറിയാൻ കഴിയില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഹജ്ജിന് വിളിക്കുമ്പോൾ എത്ര ആൾക്കാരുണ്ട് മുസ്ലിമീങ്ങൾ ലോകത്ത്? അങ്കുലി പരിമിതം, വിരലിൽ എണ്ണാവുന്ന ആൾക്കാരല്ലേ ഉണ്ടാവുള്ളൂ. നോക്കൂ നിങ്ങൾ, എത്ര ലക്ഷം ആളുകൾ വന്നാലും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായ മിന, അറഫൻ്റെ വിസ്തൃതി തന്നെ 15 കിലോമീറ്ററാണ്. 13 കിലോമീറ്ററാണ് അങ്ങനെയാണ് കാണുന്നത്. 13 കിലോമീറ്റർ. എത്ര ലക്ഷം മനുഷ്യന്മാർക്ക് ഒരുമിച്ച് വിടാൻ പറ്റും? ഇനി ആ 13 കിലോമീറ്റർ അധികം ആൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അള്ളാഹു തആല ആ ഭൂമിയെ വിശാലമാക്കിക്കൊണ്ടിരിക്കും. മിന അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഒരു വല്ലാത്തൊരു അത്ഭുതകരമായ സംഭവങ്ങളാണ്. അള്ളാഹു ആ ഭൂമിയിലേക്ക് എത്തി പരിപൂർണമായ രീതിയിൽ അള്ളാഹു പൊരുത്തപ്പെടുന്ന രീതിയിൽ ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്ന ആ മഹാസഭയിൽ ഒരു അച്ചടക്കക്കേടോ ഒരു മോശപ്പെട്ട സ്വഭാവമോ കാണിക്കാതെ പൂർണ്ണമായ രീതിയിൽ അതൊക്കെ നിർവഹിക്കാൻ അള്ളാഹു തആല തൗഫീക്ക് നൽകട്ടെ. നമ്മളെ നേരെ മുമ്പിലുള്ള ആൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരാളായിരിക്കും. നമ്മളറിയില്ലല്ലോ. നമ്മൾ സഞ്ചരിക്കുമ്പോൾ, നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അടിമയായിരിക്കും നമ്മുടെ ബേക്കിലുണ്ടാവുക. ഇതൊക്കെയാണ് ആ അവസ്ഥ. എല്ലാവരും ഒരേ വേഷത്തിലും ഒരേ രീതിയിലാകുമ്പോൾ ഒരാൾ അള്ളാഹുവിലേക്ക് ഉയരുന്നത് ഹൃദയം കൊണ്ടാണ്, വസ്ത്രധാരണം കൊണ്ടല്ല എന്നാണ് ഹജ്ജ് പഠിപ്പിക്കുന്നത്. വസ്ത്രധാരണം കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പം എന്നെ പോലത്തെ ആൾക്കാരാണെങ്കിൽ വലിയ തലയെക്കെട്ട് കെട്ടിയോണ്ടോ വലിയ കുപ്പായട്ടുകൊണ്ടോ ഒന്നല്ല അള്ളാഹിൻ്റെ അടുക്കൽ വലുതാകുന്നത്. അറഫ ഭൂമിയിലും മിനായിലും തവാഫിലും നമുക്ക് മനസ്സിലാവില്ല ആരാണ് ഏറ്റവും വലിയ ആളെന്ന്. മനസ്സിലാവില്ലല്ലോ. കാരണം വേഷമൊക്കെ ഒന്നാണ്, വേഷം ഒന്നാണ്. പക്ഷെ നമുക്കറിയാം അവിടെ വലിയ ഔലിയാക്കന്മാരുണ്ട്. ഭൂമിയിൽ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരുടെ നേതാക്കന്മാരുണ്ട്. കാരണം ഇത്തരം ഔലിയാക്കളൊക്കെ അവിടെ ഹജ്ജിനെത്തും, അള്ളാഹുവിൻ്റെ കാബം സന്ദർശിക്കാൻ വേണ്ടി വരും. നബിമാർ വരും. നബിമാരപ്പം നമ്മൾ കാണില്ല എന്ന് പറയാം. അപ്പോൾ നമ്മൾ ആളുകളെ മഹത്വം മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? വേഷവിധാനത്തിലൂടെയല്ല, ഹൃദയം എങ്ങനെയാണ് അള്ളാഹുവിനോട് അടുത്ത് നിൽക്കുന്നത് എന്നാണ്. നമ്മൾ തവാഫും സായും മിനായും അറഫയും ഒക്കെ നിൽക്കുമ്പോൾ ചിന്തിക്കുന്നത് ഇവിടെയൊക്കെ വലിയ വലിയ ആൾക്കാരുണ്ട്. എങ്ങനെയാ? വേഷം കൊണ്ടല്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യത അള്ളാഹിൻ്റെ ഹൃദയത്തിൽ എത്ര സ്ഥാനമുണ്ടോ അതിനനുസരിച്ചാണ് പടച്ചോൻ്റെ അടുത്ത് നമുക്കും സ്ഥാനം ഉണ്ടാവുക. അള്ളാഹുവിനോട് നമുക്ക് എത്ര അടുപ്പുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് പടച്ചോന് നമ്മളോടും അടുപ്പുണ്ടാകുക. അള്ളാഹു അവൻ്റെ മഹബത്തും റിളയും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ആ ചരിത്രം പറയാം. കാബൻ്റെ അകത്ത് പ്രസവിക്കപ്പെട്ട ആ വലിയ മഹാൻ്റെ പേര് ഞാൻ പറയാം. ഹക്കീം ബിൻ ഹിസാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സ്വഹാബി വര്യനാണ്. അതിനു മുമ്പ് ഇനി നമുക്ക് മിനായിലേക്കല്ലേ പോകേണ്ടത്. മിനായിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആയത്ത് മനസ്സിലാക്കുന്നത് നന്നാകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب مما كسبوا والله سريع الحساب واذكروا الله في أيام معدودات فمن تعجل في يومين فلا إثم عليه ومن تأخر فلا إثم عليه لمن اتقى واتقوا الله واعلموا أنكم إليه تحشرون. സൂറത്തുൽ ബഖറയിലെ 201, 202, 203 ആയത്താണ്.
ഈ ആയത്ത് ഞാൻ ഒരിക്കൽ ഒരു ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് ചെറിയ രീതിയിൽ വിശദീകരിക്കുന്നുള്ളൂ. ഈ ആയത്ത് ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഫൈദാ ഖളൈതും മനാസികക്കും, അങ്ങനെ നിങ്ങൾ ഹജ്ജ് പൂർത്തിയാക്കിയാൽ ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റ, നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം. ഹജ്ജിൽ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട ഇബാദത്തുകൾ നിങ്ങൾ നിർവഹിച്ചാൽ ഫദ്കുറുല്ലാഹ ദിക്റൻ കദിക്രിക്കും ആബാഅക്കും, നിങ്ങൾ നിങ്ങളെ പിതാക്കന്മാരെയൊക്കെ ഓർക്കുന്നത് പോലെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ദിക്ർ വർദ്ധിപ്പിക്കണം. പാപ്പാർ ഉമ്മാർ അവരൊക്കെ മഹത്വം പറയുന്നൊരു പണിയായിരുന്നു മിനായിൽ വെച്ചിട്ട് ജാഹിലിയ കാലഘട്ടത്തിൽ അവർ നിർവഹിച്ചിരുന്നു. എൻ്റെ കുടുംബം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിതാക്കന്മാരുടെ മഹത്വങ്ങൾ പറയും, അവരുടെ കുടുംബത്തിൻ്റെ പെരുമ പറയും. അള്ളാഹ് പറയാണ് അതുപോലെ നിങ്ങൾ പടച്ചോനെ പറയണം. ഔ അശദ്ദ ദിക്റ, അതിനേക്കാൾ കൂടുതൽ എന്ന് അള്ളാഹു പറയാണ്. അപ്പോൾ നമ്മൾ അള്ളാഹിനെ ദിക്ർ ചെല്ലേണ്ട ഒരു മാനദണ്ഡം പടച്ചോൻ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടതും നമ്മുടെ മഹത്വമുള്ളതായ എത്രയോ കാര്യങ്ങൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഓർക്കണില്ലേ, അത്ര ഓർത്താൽ മതി പടച്ചോനെ. നമ്മളെ മക്കളെ, നമ്മളെ പേരമക്കളെ, നമ്മുടെ പേരക്കുട്ടികളെ, നമ്മളെ ഭാര്യമാരെ, നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അവർ നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകളായതുകൊണ്ട്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന അള്ളാഹുവിനല്ലേ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഓർക്കേണ്ടത്. അതാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഓ മിനന്നാസി, ആളുകളെ കൂട്ടത്തിലുണ്ട് മയ്യഖൂലു റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന. ഹജ്ജിൽ പങ്കെടുക്കുന്ന ആളുകൾ ചിലർ പറയും ദുനിയാവിൽ തരണേ റബ്ബേ, എൻ്റെ കുട്ടിക്ക് സുഖം കൊടുക്കണേ റബ്ബേ, എനിക്ക് പൈസ തരണേ റബ്ബേ, എൻ്റെ കച്ചവടത്തിൽ ലാഭം തരണേ റബ്ബേ. ഇങ്ങനെ ദുനിയാവ് മാത്രം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അധികാരം തരണേ, പൈസ തരണേ, സമ്പത്ത് തരണേ, സൗകര്യങ്ങൾ തരണേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അള്ളാഹു പറയുന്നു അത് ചോദിക്കുന്നവർക്ക് വമാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, ഇത് ദുആൻ്റെ സ്ഥലമാണെന്നർത്ഥം. ഈ ദുആൻ്റെ സ്ഥലത്ത് അത് ചോദിക്കും. അങ്ങനെയുള്ളവർക്ക് ആഖിറത്തിൽ ഒരൊന്നും കിട്ടൂല, അവർക്ക് ദുന്യാവന്നെ ഉണ്ടാവുള്ളൂ. കാരണം ആഖിറം കൊണ്ട് കാഫറായിട്ടുണ്ട്. അവിടെ ഏറ്റവും ചെറിയ കാര്യം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അറഫയിലും മിനായിലും മുസ്ദലിഫയിലും ഏറ്റവും ചെറിയ കാര്യങ്ങൾ പടച്ചവനോട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരെന്താ ചോദിക്കുന്നത്? ഹജ്ജ് എന്ന ആ മഹത്തായ പ്രവർത്തനം കൊണ്ട് ദുന്യാവ് ചോദിക്കുന്ന ആൾക്കാരാണ്. അവിടെ ദ്വാരക്കുന്ന ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ വലിയ വലിയ കാര്യങ്ങൾ ചോദിക്കുന്ന ആളുകളുണ്ട്. അതാരാണ്? ദുന്യാവ് ആഖിറും ചോദിക്കുന്ന ആളുകളാണ്. അപ്പം ഒരുപാട് ചോദിക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറണം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അടുത്ത ആയത്ത് വമിൻഹും മൻ യഖൂലു റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബൻ. ഹജ്ജിൽ പങ്കെടുക്കുന്നവർ, ഇപ്പോൾ അറഫയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, അവിടെ ദുആ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ദുന്യാവിൽ അല്ലാഹുവേ ഹസനത്ത് തരണേ. ദുന്യാവിൽ ഹസനത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ഇതിൻ്റെ തുടക്കത്തിലൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദുന്യാവിലെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം, അനുഗ്രഹം, ഇൽമ്, ഇബാദത്ത്. ഇൽമൊക്കെ ചോദിക്കുക, നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. അള്ളാഹിനോട് ഇൽമ ഇങ്ങനെ ചോദിക്കുക. എന്നിട്ട് നമ്മളൊന്നും പഠിക്കില്ല. നിങ്ങളൊക്കെ പഠിക്കാൻ വന്ന ആൾക്കാരാണ്. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് ഓരോ ദിവസവും ഇൽമ വർദ്ധിപ്പിച്ചു തരട്ടെ. ദുന്യാവിലെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം, അറിവ്, ഇബാദത്ത്, ഇതൊക്കെയാണ് ദുന്യാവിലെ ഹസനത്ത്. വേറെയുണ്ട് നല്ല ഭാര്യ, നല്ല സൽസ്വഭാവം, ഇതൊക്കെ നല്ല നല്ല നന്മകളാണ്. ദുന്യാവിൽ നന്മകൾ നൽകണമേ. ഒഫിൽ ആഖിറത്തി ഹസന, ആഖിറത്തിൽ ഹസനത്ത് എന്ന് പറഞ്ഞാൽ പടച്ചോൻ്റെ മഗ്ഫിറത്തും അവൻ്റെ മാപ്പും അതുപോലെ തന്നെ സ്വർഗവും ആളുകളുടെ പ്രശംസയും പടച്ചവൻ്റെ പൊരുത്തവും ഈമാനും സുരക്ഷയും സംരക്ഷണവും ആത്മാർത്ഥതയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, റസൂലുള്ളാഹിൻ്റെ ശഫാഅത്തും അതുപോലെ തന്നെ ഹൗദുൽ കൗസർ കുടിക്കാനുള്ള സൗഭാഗ്യവും, അതൊക്കെയാണ് ആഖിറത്തിലെ നന്മ എന്ന് പറയുന്നത്. ആഖിറത്തിലെ നേട്ടങ്ങൾ എന്ന് പറയുന്നത്. ദുനിയാവിൽ ഞങ്ങൾക്ക് എല്ലാവിധ നേട്ടങ്ങളും നൽകണമേ, ആഖിറത്തിലും എല്ലാവിധ നേട്ടങ്ങളും നൽകണമേ. അതിൻ്റെ അർത്ഥം വഖിനാ അദാബന്നാർ, നരകത്തിൻ്റെ ശിക്ഷയെ തൊട്ട് കാക്കണേ എന്ന് അള്ളാഹു പറയാണ്. ഉലൈക ലഹും നസീബും മിമ്മാ കസബു, ഓരോരുത്തരും എന്താണോ ചോദിക്കുന്നത് അതിൽ നിന്ന് അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകും. ഉലൈക, അവർ, ലഹും അവർക്കുണ്ട്, നസീബും മിമ്മാ കസബു, അവർ പ്രവർത്തിച്ചതിൻ്റെ അല്ലെങ്കിൽ അവർ ദുആ ചെയ്തതിൻ്റെ വിഹിതമുണ്ടാകും. അവന്താണോ ചോദിച്ചത് അത് പടച്ചോൻ അവർക്ക് അവിടെ കൊടുക്കും. വല്ലാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു എത്രയും പെട്ടെന്ന് വിചാരണ ചെയ്യുന്നവനാണ്. എന്താണോ ചോദിച്ചത് പടച്ചോൻ കൊടുക്കും. വിചാരണൻ്റെ പേരിൽ അള്ളാഹു കൊടുക്കും. ഖിയാമത്ത് നാൾ നടപ്പാക്കി ജനങ്ങളൊക്കെ ഹിസാബ് ചെയ്ത് പടച്ചവൻ ഇതൊക്കെ കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് എന്താ പടപ്പ പറയാനുള്ള കാരണം?
ദുനിയാവ് ചോദിക്കുന്നവരുണ്ട്, ആഖിറം ചോദിക്കുന്നവരുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയുന്നത് എന്താ? അല്ലാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു വളരെ വേഗത്തിൽ വിചാരണ ചെയ്യുന്നവനാണ്. അപ്പോൾ ഖിയാമത്ത് നാൾ സംഭവിക്കും. ഈ ലോകം അവസാനിപ്പിച്ച് മനുഷ്യൻ്റെ മരണം സംഭവിപ്പിച്ച് അവന് കൊടുക്കേണ്ടതൊക്കെ എണ്ണിപ്പറഞ്ഞ് കണക്കോടുകൂടി കൊടുക്കാൻ തന്നെ അള്ളാഹു താലാക്ക് കഴിവുണ്ട്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞിടത്തേക്ക് മടങ്ങുക. പരമാവധി അള്ളാഹുവിനെ സ്മരിച്ച് നിങ്ങൾ ജീവിച്ചു കൊള്ളുക. പരമാവധി അള്ളാഹുവിൻ്റെ ദിക്റിനെ നിങ്ങൾ വർദ്ധിപ്പിക്കുക. നിങ്ങളെ വാപ്പാരെ, നിങ്ങളെ മക്കളെ, കുടുംബങ്ങളൊക്കെ നിങ്ങൾ എല്ലാ സമയത്തും ആലോചിക്കുന്നില്ലേ? അതിനേക്കാൾ കൂടുതലായി പടച്ച റബ്ബിൻ്റെ സ്മരണ, അവനെ പുകഴ്ത്തുക, അവന് തക്ബീർ ചെല്ലുക, അവന് തസ്ബീഹ് ചെല്ലുക, അവന് തഹ്ലീൽ ചെല്ലുക, ഖുർആൻ പാരായണം ചെയ്യുക, ദുആഇരിക്കുക. പടച്ചവനോട് നിങ്ങൾ ആഖിറം ചോദിച്ചോളൂ എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു. അവനുദ്ദേശിക്കുന്ന ആളുകളെ ഒരു നിസ്കാരത്തിൻ്റെ അളവ് കണ്ട് വിചാരണ ചെയ്യുന്ന നല്ല മനുഷ്യന്മാരുടെ വിചാരണ 50,000 കൊല്ലൊന്നും ഉണ്ടാവില്ല. ഒരു നിസ്കാരത്തിൻ്റെ സമയം ഉണ്ടാവുള്ളൂ മാശറയിൽ ഒരാളെ വിചാരണ. അല്ലാഹു സരീഉൽ ഹിസാബ്. തഫ്സീർ ജലാലിനിയൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. വദ്കുറുല്ലാഹ ഫി അയ്യാമിൻ മഅദൂദാത്ത്. ഈ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക. നിങ്ങൾ ആലോചിക്കുക പ്രിയപ്പെട്ട മോമിനികളെ, സഹോദരങ്ങളെ, എത്ര പ്രാവശ്യം അവൻ അള്ളാഹിനെ സ്മരിക്കാൻ പറയുന്നത്? ഇപ്പോൾ ഈ ആയത്ത് തന്നെ ഇടക്കിടക്ക് പറയണം. ആഖിറം ചോദിച്ചോളൂ, അള്ളാഹിനെ സ്മരിച്ചോളൂ. വദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക ഫി അയ്യാമിൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ. ഈ എണ്ണപ്പെട്ട ദിവസം എന്ന് പറഞ്ഞാൽ ഏതാ? ഇനിയുള്ള ദിവസങ്ങളാണ്. ദുൽഹിജ്ജ 10 മിനായിൽ കല്ലെറിഞ്ഞ് ഇനി 11, 12, 13 ദിവസങ്ങൾ. മിനായിൽ നമ്മൾ കല്ലെറിയാൻ വേണ്ടി ജംറത്തുൽ അഖബ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ്. ഈ ജംറത്തുൽ അഖബയിൽ എത്തുന്ന ആദ്യത്തെ കല്ലെറിയുന്നതോടുകൂടി പിന്നെ നമ്മൾ തൽബിയത്ത് അവസാനിപ്പിച്ച് തക്ബീറിലേക്കാണ് പ്രവേശിക്കുക. ഇൻഷാ അല്ലാഹ് ആ വിഷയം ഞാൻ പറയാം. ഇന്നത് പറയാൻ നേരമല്ലേ. നമുക്ക് ജംറത്തുൽ അഖബയിലേക്കാണ് ആദ്യം പോവുക. അന്ന് ജംറത്തുൽ അഖബ മാത്രമേ കല്ലെറിയേണ്ടതുള്ളൂ. 7 കല്ല് മുസ്ദലിഫയിൽ നമ്മൾ പൊറുക്കി. വലിയ കല്ലുമല്ല, ചെറിയ കല്ലുമല്ല, ഒരു പുളിങ്കുരുവിൻ്റെ വലുപ്പമുള്ള ഒരു കല്ല്, അതാണ് വേണ്ടത്. ആ കല്ല് മിനായിലെത്തി ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുക? കുറച്ച് ദിക്ർ തൽബിയത്തിലിട്ടാണ് പോവുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറവ് നടത്തുകയാണ് ചെയ്യുക. പിന്നെന്ത് ചെയ്യും? മുടി കളയും. എന്നിട്ട് നമ്മൾ മക്കയിലേക്ക് പോയിട്ട്, ഒക്കെ വലിയ പെരുന്നാളിൻ്റെന്നാണ് ഈ ചെയ്യുന്നത് കേട്ടോ, തവാഫ് ചെയ്യും, പിന്നെ സായും ചെയ്യും. കഴിഞ്ഞു, ഹജ്ജ് തീർന്നു. ഇനി ക്രമത്തിൽ തന്നെ ആവണമെന്നില്ല. അപ്പോൾ അള്ളാഹു പറയാണ്, പിന്നെ നമ്മൾ 3 ദിവസം ചെയ്യുന്നു. ദുൽഹിജ്ജൻ്റെ വലിയ പെരുന്നാളിൻ്റെ പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നും 3 ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു? മിനായിൽ രാപ്പാർക്കുന്നു. അതോടുകൂടി ഹജ്ജ് സമ്പൂർണ്ണമായി. അതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നു സൂറത്തുൽ ബഖറ 203, വദ്കുറുല്ലാഹ ഫി അയ്യാമിൻ മഅദൂദാത്ത്. ഈ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ, ഈ 3 ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക. ഫമൻ തഅജ്ജല ഫി യൗമൈനി, ഇനി 3 ദിവസം നിങ്ങൾ ജംറനൊന്നും എറിയാതെ 2 ദിവസം തന്നെ എറിഞ്ഞ് നിങ്ങൾ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഫലാ ഇസ്മാലി, തെറ്റൊന്നുമില്ല, നാട്ടിലേക്ക് പോകണമെന്നേ ഉള്ളൂ. ഒമൻ തഅഖറ ഫലാ ഇസ്മാലി, ഇനി 3 ദിവസത്തെ കല്ലേറും പൂർത്തിയാക്കിയതിന് ശേഷമാണ് അവൻ പോകാൻ തീരുമാനിക്കുന്നെങ്കിൽ അതും തെറ്റില്ല. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. കാരണം ഓരോരുത്തർ കുറേ ദിവസമായി നാട്ടിൽ നിന്ന് വന്നിട്ട് പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോയി അവരെ കച്ചവടങ്ങളും ഏർപ്പാടുകളൊക്കെ ചെയ്യേണ്ട ആൾക്കാരുണ്ടാവും, അധ്യാപനം തുടങ്ങേണ്ട ആൾക്കാരുണ്ടാകും. അപ്പോൾ തെറ്റില്ല. പക്ഷേ ലിമൻ ഇത്തഖ, എല്ലാം അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങൾക്കാണെന്ന് മാത്രം. വത്തഖുല്ലാഹ്, വീണ്ടും അള്ളാഹ് പറയാണ്, അതുകൊണ്ട് നിങ്ങളുടെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ച് ജീവിക്കുവീൻ. വഅലമൂ, നിങ്ങൾ ഉറപ്പിക്കുവീൻ, അന്നക്കും ഇലൈഹി തുഹ്ശറൂൻ, തീർച്ചയായും നിങ്ങളെ അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് ആലോചിക്കുക. ഇവിടെ വല്ലാത്തൊരു വർത്താനം അത്. അറഫായിലും മിനായിലൊക്കെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയ പടച്ച റബ്ബിന് നിങ്ങളെ മഹ്ശറയിൽ ഇതുപോലെ ലോകത്തെ മുഴുവൻ മനുഷ്യന്മാരെയും ഒരുമിച്ച് കൂട്ടുമെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയാണ്. നിങ്ങൾ മരിക്കും, നിങ്ങൾ ഖബറിൽ നിന്ന് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ മീനായിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വളരെ സാവകാശത്തിൽ മശ്അറുൽ ഹറാമിൽ നിന്ന് നമ്മളെന്ത് ചെയ്തു? മീനായിലെത്തി. ഇനി നമ്മൾ ജംറത്തുൽ അഖബറിയാണ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നലെ പറഞ്ഞ ആ സംഭവം ഞാൻ പറയാം. ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു തആല അൻഹു ഒരു പ്രമുഖനായ സ്വഹാബിയാണ്. പക്ഷേ ബദറിൽ നബി തങ്ങൾക്കെതിരെയായിരുന്നു, ഉഹുദിലും നബി തങ്ങൾക്കെതിരെയായിരുന്നു. മക്ക വിജയത്തിൻ്റെ ദിവസമാണ് ബഹുമാനപ്പെട്ടവർ ഇസ്ലാം സ്വീകരിക്കുന്നത്. ഇസ്ലാമിൽ 60 കൊല്ലം ജീവിച്ചു. ഇസ്ലാമിന് മുമ്പ് 60 കൊല്ലവും ജീവിച്ചു. മൂപ്പര ഉമ്മ കാബൻ്റെ ഉള്ളിലേക്ക് കയറി. ഉമ്മു ഹക്കീം എന്ന് പറയുന്ന
ആൾ. ഉമ്മു ഹക്കീമാണ് ഹക്കീം ബിൻ ഹിസാമിൻ്റെ ഉമ്മാൻ്റെ പേര്. നല്ല പ്രസവം ഗർഭമുള്ള സമയത്താണ്. കുറേശ്ശി ഇപ്പോൾ സ്ത്രീകളുണ്ട്, അന്ന് കാബൻ്റെ ഉള്ളിലേക്കൊക്കെ ഇഷ്ടംപോലെ കയറാൻ പറ്റും. ഇപ്പോഴും നമുക്ക് കയറാൻ പറ്റും, തിരക്കൊന്നുമില്ലാത്ത നേരത്ത്. ഹിജ്ർ ഇസ്മായിൽ പറയുന്ന സ്ഥലത്ത്, അത് കാബൻ്റെ തറയാണ്, അവിടെ ചുമരില്ല എന്ന് മാത്രം, മതിലില്ല, അതും കാബൻ്റെ അകം തന്നെയാണ്. അപ്പോൾ ഗർഭിണിയാണ്. മുത്തിമ്മുൻ 10 മാസം ഗർഭിണിയാണ്. കാബൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് പ്രസവവേദന വന്നത്. അപ്പോൾ മുസ്അബ് ഇബ്നു ഉസ്മാൻ എന്നവർ പറയാണ്, ഞാൻ വേഗം ചെന്നിട്ട് ഒരു പായ എടുത്തുകൊണ്ട് വന്നു, ഒരു തോലിൻ്റെ പായ. എന്നിട്ട് ഞാൻ അവിടെ അങ്ങോട്ട് വിരിച്ചു കൊടുത്തു. കാരണം വലിയ കുടുംബത്തിൽപ്പെട്ട, വലിയ തറവാട്ടുപെട്ട ആളാണ്, പ്രമുഖയായ ഒരു പെണ്ണാണ് ഉമ്മു ഹക്കീം, അവരെ ഭർത്താവൊക്കെ. ഹിസാം എന്ന് പറയുന്ന ആളൊക്കെ ജാഹിലിയ കാലഘട്ടത്തിലും ഇസ്ലാമിൻ്റെ നേതാവ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവർ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം വലിയ നേതാവായി തീർന്നു. അങ്ങനെ എന്ത് ചെയ്തു, പെട്ടെന്ന് കാബൻ്റെ അകത്ത് ആ കുട്ടി ജന്മം കൊണ്ടു. അങ്ങനെ ഇസ്ലാമിൽ കാബൻ്റെ അകത്ത് ജന്മം കൊള്ളാൻ, ഇസ്ലാമിലല്ല, ഒരു കാബൻ്റെ അകത്ത് ജനിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു തആല അൻഹു. ഞാനെന്തോ പറഞ്ഞപ്പോൾ, കാബൻ്റെ എന്തോ മഹത്വം പറഞ്ഞപ്പോൾ ഞാനങ്ങനെ ചരിത്രം ഓർമ്മ വന്നപ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞതായിരുന്നു. അങ്ങനെ ഒരു വലിയ പ്രമുഖനായിട്ട് ബഹുമാനപ്പെട്ടവർ തീർന്നു. അതിൻ്റെ ഒരു മഹത്വം, ശ്രേഷ്ഠത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി എന്നുള്ളതാണ്. ദാറുന്നദവ കേട്ടിട്ടില്ലേ? അതൊക്കെ ഈ കാബൻ്റെ അടുത്തായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച് യോഗം കൂടിയില്ലേ, ഇബ്ലീസൊക്കെ വേഷം മാറി വന്നൊരു യോഗം നടന്നൊക്കെ ഈ കാബൻ്റെ അടുത്തായിരുന്നു. ഇപ്പോൾ അവിടെ പള്ളിയാണെന്ന് മാത്രം. നമ്മൾ ഇരിക്കണ കാബൻ്റെ മസ്ജിദുൽ ഹറാമിന് ഇരിക്കണ സ്ഥലത്ത് ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ദാറുന്നദവ മൂപ്പരതായിരുന്നു. അപ്പോൾ ദാറുന്നദവൻ്റെ ഉടമസ്ഥത എന്ന് പറയുന്നത് ഖുറൈശികളുടെ ഏറ്റവും വലിയ നേതാവിൻ്റെ കയ്യിലാണ് ഉണ്ടാവുക. പിന്നീട് ആ ദാറുന്നദവ അദ്ദേഹം ഇസ്ലാമിലേക്കൊക്കെ വന്ന് കുറേ കാലം കഴിഞ്ഞതിന് ശേഷം മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന് വിറ്റു. എത്ര ലക്ഷത്തിനെന്നറിയോ? 1,00,000 സ്വർണ്ണ നാണയത്തിന്. അപ്പോൾ ആരോ ചോദിച്ചു, ഖുറൈശികളുടെ അഭിമാനമായ ഒരു വീട്, അഥവാ അന്നത്തെ പാർലമെൻറ്റ് എന്നർത്ഥം, അന്നത്തെ പാർലമെൻറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു. അതിൻ്റെ ചീഫ് വിപ്പും അതിൻ്റെ സഭാനാഥനും മൂപ്പരായിരുന്നു. അപ്പോൾ ചോദിച്ചു, നിങ്ങളത് വിൽക്കുകയെന്ന് ചോദിച്ചു. അല്ല, ഞാനത് ദുന്യാവിന് വേണ്ടി വിറ്റോന്നല്ല, ആഖിറത്തിൽ അതിന് പകരം ഒരു സ്വർഗം വാങ്ങാൻ വേണ്ടി, ഒരു ഭവനം വാങ്ങാൻ വേണ്ടി വിറ്റതാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. മരിക്കണ സമയത്ത് മൂപ്പരടുത്തേക്ക് ആരോ കയറി ചെന്നപ്പോൾ മൂപ്പർ പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, പടച്ചോനെ ഇന്നി കുന്തു അഖ്ഷാക്ക്, എനിക്ക് നല്ല ഭയമായിരുന്നു ഇതുവരെ, പക്ഷേ അല്യൗമ അർജൂക്ക്, ഇന്ന് എനിക്ക് എൻ്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയിലാണ് ഞാൻ ഇന്നിൻ്റെ അടുത്തേക്ക് വരുന്നത് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നത് ഇങ്ങനെ മരണസമയത്ത് കേട്ടു എന്നാണ്. അപ്പം എന്താ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഈ ഹക്കീം ബിൻ ഹിസാം എന്നവർ, അവിടെ നിന്നാണ് ഞാൻ ഓർമ്മ ഈ സംഭവം വന്നത്. ഈ മിനായിൽ അറുത്തത് 100 ഒട്ടകത്തിനെയാണ്. 100 ഒട്ടകം. അദ്ദേഹം പറഞ്ഞിരുന്നു, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എന്തൊക്കെ നല്ല കാര്യങ്ങൾ എന്ന് വിചാരിച്ച് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഞാൻ ഇവിടെ ചെയ്യും. ഒരുപാട് ആളുകളെ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിൽ വന്നതിന് ശേഷം അത് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ഈ 100 ഒട്ടകങ്ങളെ പാവപ്പെട്ട ഹാജിമാർക്ക് വേണ്ടി അറുത്തിട്ട് കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ. ഹിക്കാം ബിൻ ഹിസാം റളിയല്ലാഹു തആല അൻഹു, മൂപ്പർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധത്തിന് 100 ഒട്ടകം കൊടുത്തു. എനിക്കിനിയും വേണമെന്ന് പറഞ്ഞു. വീണ്ടും കൊടുത്തു. നബിനോട് ചോദിച്ചു, ആദ്യം കിട്ടിയതായിരുന്നു, രണ്ടാമത് ചോദിച്ചു കിട്ടിയായിരുന്നു ഏറ്റവും ഉത്തമമായി ചോദിച്ചു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ആദ്യം കിട്ടിയതാണെന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ദുന്യാവ് എന്ന് പറഞ്ഞ ഹക്കീം ബിൻ ഹിസാമേ, അതൊരു ഹുൽവത്തുൻ ഖദീറ, അത് ആളുകളെ മോഹിപ്പിക്കുന്ന ഒരു പച്ചപ്പും ഒരു മധുരവുമാണ്. മധുരം എന്ന് പറഞ്ഞ സാധനം എന്താ? അത് കഴിച്ചാൽ അപ്പം തന്നെ തീരൂലേ? നബി തങ്ങൾ പറയാണ്, പച്ചപ്പ് അത് ഉണങ്ങിപ്പോകൂലേ? ദുന്യാവ് പറഞ്ഞാൽ അതാണ്. നമ്മളങ്ങനെ മോഹിപ്പിക്കും. പച്ചപ്പ് എല്ലാവർക്കും ഇഷ്ടമാണ്, മധുരം എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ തൊള്ളയെ വെച്ച് 10 മിനിറ്റ് ഉണ്ടാവില്ല, ഏതാനും സെക്കൻഡുകൾ. അതാ ഈ ദുന്യാവ്. അതിന് ശേഷം അദ്ദേഹം ദുന്യാവായിട്ടുള്ള ബന്ധം കണ്ട് വിട്ടു. പിന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു തആലാൻ്റെ കാലഘട്ടത്തിലൊക്കെ ദരിദ്രനായി ജീവിക്കുമ്പോൾ അദ്ദേഹം കൊടുക്കും ഉമർ റളിയല്ലാഹു അൻഹു. കാരണം ഇസ്ലാമിലെ വലിയ പ്രമുഖനായ ഒരാളല്ലേ, ഖുറൈശികളുടെ നേതാവല്ലേ. അപ്പോൾ കൊടുക്കുമ്പോൾ എനിക്ക് വേണ്ടെന്ന് പറയും, എനിക്ക് ദുന്യാവ് വേണ്ടെന്ന് പറയും. അങ്ങനെ അവസാനം വാങ്ങാൻ ചെന്നിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചോനോട് പറഞ്ഞൊരു വർത്താനുണ്ട്, പടച്ചോനെ
ഞാൻ നിരപരാധിയാണ്, ഞാൻ പരമാവധി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അദ്ദേഹം വാങ്ങാത്തതുകൊണ്ടാണ്. ഈ വിധത്തിൽ ദുനിയാവുമായി ബന്ധം വിട്ട ഒരു വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു തആല. അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. വലിയ കച്ചവടക്കാരനായിരുന്നു. നൂറുകണക്കിന് ഒട്ടകങ്ങൾ ചരക്കുമായി ഇങ്ങോട്ട് വരും. അപ്പോൾ ആളുകൾ ഇങ്ങോട്ട് ഒരുമിച്ച് കൂടും. ഹക്കീം ബിൻ ഹിസാമിൻ്റെ സ്വത്തല്ലേ. ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ നേരെ തിരിച്ചൊരടിയം കൊടുക്കും. ഒട്ടകങ്ങൾ നേരെ തിരിഞ്ഞിങ്ങോട്ട് ഓടും. അതതിൻ്റെ അർത്ഥം എന്നറിയോ? എനിക്ക് വേണ്ട, എല്ലാവരും എടുത്തോളൂ. അങ്ങനെ അതിൻ്റെ മുകളിലുള്ള ചരക്ക് മുഴുവനും ഒരു ഹോബി എന്നൊക്കെ പറയല്ലേ, ആ വിധത്തിൽ ദാനധർമ്മങ്ങൾ നടത്തി ബഹുമാനപ്പെട്ട ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു കാബൻ്റെ അകത്താണ്. അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ അവിടെ നടന്നത്. മദീനയിൽ, മക്കയിൽ, മിനായിൽ. ഈ മിനായിൽ നമ്മൾ അറവ് നടത്തുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ 100 ഒട്ടകത്തിന് അറുത്തിട്ടുണ്ട്. 100 ഒട്ടകമായിരുന്നു മദീനയിൽ നിന്ന്. 100 ഒട്ടകങ്ങളും പശുക്കളൊക്കെ ആയിട്ട്, കാളകളൊക്കെ ആയിട്ട് 100 മൃഗങ്ങളായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത്. നബി തങ്ങളും തന്നെ നേരിട്ട് അറുത്ത സ്ഥലം അവിടെയുണ്ട്, ജംറത്തുൽ അഖബൻ്റെ അടുത്ത്. നമ്മൾ ഓർക്കണം അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത് എന്ന്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു അവൻ്റെ ഇഷ്ടക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ അർഹമർ റഹീമായ തമ്പുരാനെ, നിൻ്റെ മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിലും ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണേ റഹ്മാനെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. അള്ളാഹുവേ, നിൻ്റെ മഹബ്ബത്തും നിൻ്റെ ദിക്റും ഞങ്ങൾക്ക് നീ നൽകണമേ തമ്പുരാനെ. ദുനിയാവിൽ ഞങ്ങൾ ആരെയൊക്കെ ഓർക്കുന്നുണ്ടോ അതിനേക്കാൾ അധികരിച്ച് നിന്നെ എല്ലാ സമയത്തും ഓർക്കുന്നവരിൽ, സ്മരിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അതിനുള്ള ഹൃദയശുദ്ധി ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. അവരെയും ഞങ്ങളെയും നിൻ്റെ സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. ഹബീബായ മുത്തുനബിയോടുകൂടെ നീ സ്വർഗ്ഗപ്രവേശനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മരണം വരെ ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഈമാനോടുകൂടിയുള്ള മരണം നൽകണേ റഹ്മാനെ. നിൻ്റെ സ്മരണ എല്ലാ സമയത്തും ഞങ്ങളുടെ ഹൃദയത്തിൽ നീ നിലനിർത്തി തരണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.